ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ BR റാങ്കിൽ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനെയൊക്കെ പറ്റിയുള്ള വീഡിയോസിനാണ് കൂടുതലായിട്ടും ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ലോഞ്ച് പാഡ് അല്ലേ, ഇവിടെ ലോഞ്ച് പാഡ് ജസ്റ്റ് ഞാൻ വിടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിലായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലക്സിൻ്റെ മേലെ അടിപൊളിയായിട്ട് കയറിയിരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ കയറിയിരിക്കണം വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ മുന്നത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അതുപോലെ വെച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഐറ്റം പ്ലേസിൻ്റെ വീഡിയോസൊക്കെ തന്നെ ചെയ്യാറ്, അത് കാണാറുള്ളവരാണെങ്കിൽ അതുകൂടെ വെച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറഞ്ഞാൽ ഐറ്റം പ്ലേസ് ഇത്ര കയറി അതുകൂടെ വെച്ചൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചു. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴത്തെടുത്ത് തന്നെ സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ തൊട്ട് താഴെയായിട്ട് അവൻ നൈസായിട്ട് നമ്മൾ കുറച്ച് ഡാമേജ് കേരളം കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും സോണും വന്ന് പിന്നെ വണ്ടി വന്നപ്പോൾ നൈസായിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി ഡബ്ല്യം വെച്ച് പിന്നെ ഇങ്ങനെ കൂടെ കുത്തിപ്പിടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഒരു ഒറ്റ ഗ്ലൂ വാൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളും ഗ്ലൂ വാൾ ഇടാൻ ശ്രമിക്കുക. ഇതേപോലെ നിങ്ങളും ഗ്ലൂ വാൾ ഇടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു തെങ്ങിൻ്റെ മേലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇട്ട പോലെ നിങ്ങളും കറക്റ്റായിട്ട് തന്നെ തെങ്ങിൻ്റെ മേലോട്ട്. നിങ്ങളെ നാട്ടിലേക്ക് ഈ മരത്തിന് എന്താ പേര് പറയുക അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ തെങ്ങ് എന്നൊക്കെ പറയാറ്, നിങ്ങളെന്താ പറയാറെന്ന് അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ മേലെ കയറി ജസ്റ്റ് നിങ്ങൾ സ്കോപ്പ് ചെയ്ത് മേലോട്ട് ജമ്പ് ചെയ്ത് കയറാനും പറ്റും. പോലെ തന്നെ ജോയിസ്റ്റിക്ക് നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിച്ച് കയറാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെ കയറിയിരിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും എനിമീസ് സ്പോട്ട് ചെയ്തില്ല, കാരണം നമ്മളിതിൻ്റെ കയറാനായി യാതൊരു വഴിയില്ല. പിന്നെ നമ്മളെ കാണില്ല, നമ്മുടെ ഒരു പുല്ലിൻ്റെയൊക്കെ മറവിലായതുകൊണ്ട്, അത് നമ്മളെ ഈ ഓരമടലിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് ഒരിക്കലും നമ്മൾ എനിമി കാണത്തില്ല. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം പ്ലേസ് എത്ര കയറി അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, തരുമ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക. അതുകൊണ്ട് ഫ്രീ ഫയർ കളിക്കുന്ന എത്ര ഫ്രണ്ട്സ് ഉണ്ട് അത്രത്തോളം ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഒറ്റ വണ്ടി മാത്രം മതി. അതായത് നമ്മളൊരു ബൈക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ഇടാൻ മറന്നു. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റ് എടുത്ത പോലെ ബൈക്ക് ഇടുന്ന എക്സിറ്റ് അടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം എനിമീസിൻ്റെ അലവ് കുറയുന്നവരെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റാങ്കും കാര്യങ്ങളൊക്കെ കൂടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എത്ര കയറി അതുകൂടെ വെച്ച് കമൻറ്റ് ചെയ്തേക്കുക. മുന്നത്തെ ഒരു വീഡിയോയിൽ സ്പോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ദിവസം കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഐറ്റം പ്ലേസിൻ്റെ വീഡിയോസൊക്കെ തന്നെ ചെയ്യാറ്. അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ഗ്ലൂ വാളോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന പോലെ നിങ്ങളും കറക്റ്റായിട്ട് ലോഞ്ച് പാഡ് കറക്റ്റായിട്ട് ഇതേപോലെ വിട്ടിട്ട് നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലോട്ട് കയറാൻ ശ്രമിക്കുക. ഇതിൻ്റെ മേലെ താഴത്തോട്ട് കയറാൻ കുറേ പേർക്ക് അറിയാമായിരിക്കും, ഇതിന് മേലോട്ട് കയറാൻ കുറേ പേർക്ക് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കും. ഇതിൻ്റെ മേലോട്ട് കയറുന്നതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിമീസ് കാണുന്നത് ഇപ്പോൾ താഴത്തു കൂടെ ചിലപ്പോൾ എനിമീസ് ഈ ഒരു കട്ടയിലൊക്കെ വന്ന് സർവൈവ് ചെയ്യുന്നുണ്ടാകും. അവരതിനൊക്കെ നീ കില്ലെടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ മേലോട്ടാണെങ്കിൽ ഒരിക്കലും കാണത്തില്ല, എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ ഇതിൻ്റെ മേലോട്ട് കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ ഇരിക്കുന്ന നിങ്ങൾക്കും നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞാൻ തന്നെ താഴത്തോട്ട് സ്പോട്ട് ചെയ്ത് കുറച്ചൊക്കെ ഡാമേജ് കൊടുത്തു. അപ്പോൾ പിന്നെ എങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഞാനൊരു ന്യൂബ് ആയതുകൊണ്ട് എനിക്ക് കില്ലും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐറ്റം പ്ലേസ് അതിലൂടെ കയറി അതുകൂടെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഐറ്റം പ്ലേസ് എവിടെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമായി വണ്ടി കാറൊന്നും വേണം. നിങ്ങൾക്ക് ജസ്റ്റ് ആ ടെലിപ്പോർട്ടോ അങ്ങനെ എന്താ തോന്നുന്നു, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഭീമ സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതേപോലെ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ മേലോട്ട് ഇടാൻ ശ്രമിക്കുക. ചെറിയൊരു വക്ക് കാണാൻ പറ്റും, അതിൻ്റെ മേലോട്ട് ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിങ്ങൾക്ക് ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ അടിപൊളിയായിട്ട് ഇതേപോലെ സർവൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ കാണിച്ച് എനിമീസും കാര്യങ്ങളൊന്നും വരത്തില്ല, കാരണം കയറാൻ യാതൊരു വഴി. ഇപ്പോൾ ടെലിപ്പോർട്ടാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ടെലിപ്പോർട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന നീക്കാനെ കാണാൻ പറ്റുന്ന
ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിങ്ങൾക്കും നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ താഴത്തു കൂടെയാണ് എനിമീസ് കൂടുതലായിട്ട് പോകാറ്. നമുക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എനിമീസ് നമ്മളെ സ്പോട്ട് ചെയ്യത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എനിമീസ് സ്പോട്ട് ചെയ്യാന്ന് വെച്ചാൽ തന്നെ നമ്മളിവിടെ കണക്ക് കാണിച്ചാൽ ഒരിക്കലും നമ്മൾ എനിമീസ് സ്പോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ 5ാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും നോട്ടീസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ക്ഷമിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം.